ഒമിനി 2011 മോഡൽ ഒമിനി ഇപ്പോൾ ടെസ്റ്റ് കഴിഞ്ഞിട്ട് 3 ദിവസമേ ആയിട്ടുള്ളൂ. 2031 ഓഗസ്റ്റ് വരെ പേപ്പറുള്ള വണ്ടിയാണ്. വണ്ടി 5 സീറ്റർ വണ്ടിയാണ്. ഇത് 2015 മോഡൽ എർട്ടിഗ VDI ഡീസൽ വണ്ടിയാണ്. സെക്കൻഡ് ഓണർഷിപ്പിലാണ്. ഇതിൻ്റെ കിലോമീറ്റർ 1,25,000 ആണ്. 2015 മോഡൽ i20 സ്പോർട്സ് വണ്ടിയാണ്. ഡീസൽ വണ്ടിയാണ്. ഡീസലാണ്. റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. സെക്കൻഡ് ഓണർഷിപ്പാണ്. 2013 ലാസ്റ്റ് ഡിസംബർ മാസം വണ്ടി. എത്തിയോസ് ലിവയാണ്. സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ്. 1,30,000 കിലോമീറ്റർ. ഫുൾ കമ്പനി സർവീസ് വണ്ടിയാണ്. 2010 ലാസ്റ്റ് സാൻഡ്രോ GLS ആണ്. AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ. സെക്കൻഡ് ഓണർഷിപ്പിലാണ് വണ്ടി. 82,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. ഹായ് ഫ്രണ്ട്സ്, അനൂപാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കൊല്ലം ജില്ലയിലാണ്. കൊല്ലം ജില്ലയിൽ പഴയാറ്റിൻകുഴി എന്ന് പറയുന്ന ഭാഗത്താണ്, അതായത് തട്ടാമല ഭാഗത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. തട്ടാമല വരെ പോകണ്ട, കൊല്ലത്തുനിന്ന് കൊട്ടിയത്തോട്ട് പോകുമ്പോൾ തട്ടാമല വരെ പോകണ്ട, അതിന് മുമ്പായിട്ടാണ്. അപ്പോൾ ഒരു 80,000 രൂപ തൊട്ട് മുകളിലോട്ട് നോക്കുന്ന എല്ലാത്തരം സാധാരണക്കാർക്കും മിഡിൽ ക്ലാസ് ഫാമിലിക്കാർക്കും ഒക്കെ എടുക്കാൻ കൊള്ളാവുന്ന നല്ല നല്ല വണ്ടികൾ കിടക്കുന്ന ഒരു ഷോപ്പാണ്. അത്യാവശ്യം വണ്ടികൾ കണ്ടിട്ട് നല്ല ക്വാളിറ്റി ഉണ്ടെന്ന് തന്നെയാണ് എൻ്റെ ഒരു തോന്നൽ. ഞാനിവിടെ ആദ്യമായിട്ടാണ്, പുതിയ ഷോപ്പാണ്, 3 മാസമായിട്ടുള്ള ഷോപ്പ് തുടങ്ങിയിട്ട്. അപ്പോൾ സ്റ്റോക്ക് കാര്യങ്ങളൊക്കെ കയറിയപ്പോൾ നമ്മളെ വീഡിയോ ചെയ്യാൻ വേണ്ടി വിളിച്ചതാണ്. വന്ന് കണ്ട വണ്ടികളുടെ ഒരു രീതി വെച്ചിട്ട് പറയാമെങ്കിൽ കൊള്ളാം എന്നാണ് എൻ്റെ ഫസ്റ്റ് ഇമ്പ്രഷൻ വെച്ചിട്ട് എനിക്ക് തോന്നുന്നത്. ബാക്കി നമുക്ക് വണ്ടികൾ ഡീറ്റെയിൽ ചെയ്യാൻ പോകുന്ന രീതികളിൽ നമുക്ക് അതിൻ്റേതായ കാര്യങ്ങൾ നോക്കാം. എനിവേ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരം ചെയ്യുന്ന നല്ലൊരു വീഡിയോ ആയിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരിക. അപ്പം ഇത് ഈ ഒരു എണ്ണത്തിൽപ്പെടുന്ന എർട്ടിഗ കിടപ്പുണ്ട്, ഒമിനി കിടപ്പുണ്ട്, i20 കിടപ്പുണ്ട്, ബ്രസ കിടപ്പുണ്ട്, അങ്ങനെ കുറേ കാറുകൾ കിടപ്പുണ്ട്. അത്തരത്തിലുള്ള വണ്ടികളൊക്കെ എടുക്കാൻ താല്പര്യപ്പെടുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകരിക്കുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ചേട്ടാ നമസ്കാരം. പുതിയ ഷോപ്പെന്ന് കേട്ടു, 3 മാസമായിട്ടുള്ളതെന്ന് കേട്ടിട്ടുണ്ട്. ചേട്ടൻ്റെ പേരെങ്ങനെയാണ്? എൻ്റെ പേര് ഹരി. ഈ നമ്മുടെ സ്ഥാപനം കറക്റ്റ് എവിടെയാണ്? ഒന്ന് സ്ഥലം പറഞ്ഞു. കൊല്ലം തട്ടാമലയ്ക്കും പള്ളിമുക്കിനും മധ്യേ പഴയാറ്റിൻകുഴി ജംഗ്ഷൻ. ക്വാളിറ്റി യൂസ്ഡ് കാർ. ഓക്കെ. ഏകദേശം എത്ര രൂപ തൊട്ടുള്ള വണ്ടികളായിരിക്കും കിടക്കുന്നത്? നമുക്കിപ്പോൾ നിലവിൽ കിടക്കുന്നത് 80,000 രൂപയ്ക്ക് മുകളിലോട്ടുള്ള വണ്ടികളാണ്. ഈ 80,000 എന്ന് പറയുന്നത് വിലയിൽ പിന്നെ താഴോ അതോ? പറയുന്നത് സത്യസന്ധമായ പ്രൈസാണ്. അതിനകത്ത് വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. ലാസ്റ്റ് പ്രൈസ് ആണ് ഞാൻ പറയുന്നത്. ഏറ്റവും അവസാനത്തെ പ്രൈസാണ് പറയാൻ പോകുന്നത്. നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ലാസ്റ്റ് പ്രൈസിലാണ് ഈ പറയുന്നത്. ഓക്കെ. അപ്പോൾ പിന്നെ വിളിച്ചിട്ട് ബാർഗനിങ് നിൽക്കേണ്ട, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന തുകയാണ് വിളിച്ച് ബുക്ക് ചെയ്യുക. അതെ. ഓക്കെ. മാക്സിമം നല്ല വണ്ടികളാണ് നമ്മൾ എടുക്കുന്നത്. മാക്സിമം ക്വാളിറ്റി വണ്ടികളാണ്. ചെറിയൊരു മാർജിനിലാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ. നമ്മളിത് നമുക്ക് കിട്ടുന്ന വിലയിൽ നിന്നും ചെറിയ മാർജിൻ. അതായത് ഈ പണ്ട് ഇത് ഷോപ്പ് നടത്തിക്കൊണ്ടിരുന്നായിരുന്നോ അതോ? ഞാനൊരു 10-16 വർഷം കൊണ്ട് ചെയ്യുന്നുണ്ട്. വീട്ടിലിട്ടായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഷോപ്പായിട്ട് ഇപ്പം തുടങ്ങിയത് ഇപ്പോഴാണ്. ഇപ്പോൾ ഒരു 3 മാസത്തിനകത്തേ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മാന്യമായ വിലയിൽ മാന്യമായ കച്ചവടം. അതെ. മാന്യമായ വിലയിൽ നല്ല വണ്ടികൾ, നമുക്ക് കിട്ടുന്ന നല്ല വണ്ടികൾ നല്ല രീതിയിൽ കൊടുക്കുന്നു. ഓക്കെ. നമുക്ക് അപ്പം ഡീറ്റെയിൽസ് നോക്കാം. ഓക്കെ. ഇത് 2009 മോഡൽ ആൾട്ടോ LXi AC പവർ സ്റ്റിയറിംഗ്. 2029 ലാസ്റ്റ് വരെ പേപ്പറും കാര്യങ്ങളും എല്ലാം ഉള്ള വണ്ടിയാണ്. ഇത് സെക്കൻഡ് ഓണർഷിപ്പാണ്. ഇത് 1,10,000 കിലോമീറ്ററോളം വണ്ടി ഓടിയിട്ടുണ്ട്. ഇതിൻ്റെ ലാസ്റ്റ് പ്രൈസ് 80,000 രൂപയാണ്. റീപ്ലേസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? പ്രത്യേകിച്ച് റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ആവറേജ് വണ്ടി. ബാക്ക് ടയർ കുറച്ചുകൂടി ഉണ്ട്, ഫ്രണ്ട് കുറച്ച് കുറവാണ്. അതെ. ആവറേജ് ടയറും ആവറേജ് വണ്ടി. ആവറേജ് നമുക്ക് പറയാൻ പറ്റും. ഹൈ ക്വാളിറ്റി എന്ന് പറയാനില്ല. 80,000 രൂപയ്ക്ക് വർത്ത്. 80,000 രൂപയ്ക്ക് വർത്താണ്. കാര്യം ഈ മോഡൽ വണ്ടി 1,10 വരെയൊക്കെ വിൽക്കുന്നതാണ്. ഒമിനി 2011 മോഡൽ ഒമിനി ഇപ്പോൾ ടെസ്റ്റ് കഴിഞ്ഞിട്ട് 3 ദിവസമേ ആയിട്ടുള്ളൂ. 2031 ഓഗസ്റ്റ് വരെ പേപ്പറുള്ള വണ്ടിയാണ്. വണ്ടി 5 സീറ്റർ വണ്ടിയാണ്. ഓണർഷിപ്പ് 3-മത്തെയാണ്. ഇത് കിലോമീറ്റർ 1:30-1:40 ഓടിയിട്ടുണ്ട്. ഇതിൻ്റെ കിലോമീറ്റർ ജെനുവിൻ പറയാൻ പറ്റുമോ? ജെനുവിൻ ആയിരിക്കാനാണ് സാധ്യത. പിന്നെ ഒമിനി ആയതുകൊണ്ട് നമുക്ക് അത്രയും അങ്ങോട്ട് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. കാര്യം നമ്മളിപ്പോൾ എടുത്ത പാർട്ടിയുടെ കയ്യിൽ നിന്ന് അവർക്ക് പറയാവുന്നതല്ലേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. അതെ. വണ്ടിക്ക് അകമൊക്കെ കൊള്ളാം. ഫ്ലോറൊക്കെ മാറ്റൊക്കെ ഇട്ട് നല്ല വൃത്തിയായിട്ട് തന്നെ വെച്ചേക്കുന്നത്. ആ രീതിയിൽ വണ്ടിക്ക് വേറെ അപാകതകൾ കാണുന്നില്ല. ഓരോ ഇപ്പം നോക്കുകയാണെന്നുണ്ടെങ്കിൽ തുരുമ്പോ പ്രശ്നങ്ങളോ അങ്ങനെയൊന്നുമില്ല. ആ രീതിയിൽ വണ്ടി കാണാനൊക്കെ വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. കുഴപ്പമില്ല കേട്ടോ, വണ്ടി വൃത്തിയാണ്. പാച്ച് വർക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ടുണ്ടോ? പാച്ച് വർക്കൊന്നുമില്ല. പിന്നെ അണ്ടർ കോട്ടിംഗ് ഒക്കെ ചെയ്ത വണ്ടിയാണ്. വണ്ടി ഞാൻ യഥാർത്ഥത്തിൽ ഈ കണ്ടീഷനിൽ തന്നെയാണ് പാർട്ടിയുടെ നിന്ന് എടുത്തത്. ഞാൻ കൊണ്ട് ടെസ്റ്റ് ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ആ കണ്ടീഷനിൽ സൂക്ഷിച്ചവരുടെ കയ്യിൽ നിന്ന് തന്നെയാണ് വണ്ടി എടുത്തത്. ഇനി എത്ര നാളുകൂടി ഉണ്ട് പേപ്പേഴ്സ്? ഇത് ഇനി 5 വർഷവും 1 മാസവും തികച്ച വണ്ടിക്ക് പേപ്പർ ഉണ്ട്. 2-3 ദിവസമേ ആയിട്ടുള്ളൂ. അത്രേ ആയിട്ടുള്ളൂ.
റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും വന്നിട്ടുണ്ടോ? റീപ്ലേസ്മെന്റ് പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇത് റീപ്ലേസ്മെന്റേ ഇല്ല വണ്ടിക്ക്. ഇല്ല. നമുക്കിത് ലാസ്റ്റ് പ്രൈസ് 140 നമുക്കിത് കൊടുക്കാം. ലാസ്റ്റ്. ഇത് 2015 മോഡൽ എർട്ടിഗ VDI ഡീസൽ വണ്ടിയാണ്. സെക്കൻഡ് ഓണർഷിപ്പിലാണ്. ഇതിന്റെ കിലോമീറ്റർ 1,25,000 കിലോമീറ്റർ ജെനുവിൻ ആണോ? ജെനുവിൻ കിലോമീറ്റർ ആണ്. ഇത് നല്ല വൃത്തിയായിട്ട് സൂക്ഷിച്ച വണ്ടിയാണ്. ഓണർഷിപ്പ് എത്ര? സെക്കൻഡ് ഓണർഷിപ്പിലാണ് വണ്ടി. ആൻഡ്രോയിഡ് ഒക്കെ വെച്ചിട്ടുണ്ടല്ലേ? എല്ലാം ഉണ്ട്. ആൻഡ്രോയിഡ് സെറ്റും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ടയറുകളെല്ലാം 4 ടയർ നല്ല പുതിയ ടയറുകളാണ്. ഇത് നമുക്ക് ലാസ്റ്റ് 4,55,000 കൊടുക്കാം. 4,55,000. വണ്ടിക്കകമൊക്കെ വൃത്തിയാണ്. നല്ല സീറ്റ് കവറൊക്കെ ചെയ്ത് വൃത്തിയായിട്ടിരിപ്പുണ്ട്. അതൊന്നും കുഴപ്പമില്ല. റീപ്ലേസ് ആയിട്ടൊന്നുമില്ലല്ലോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ടയർ ഒരു ആവറേജ് ടയേഴ്സാണ് കിടക്കുന്നത്. വണ്ടി ഓർഡർ കാണാനൊക്കെ പറ്റും. ഇത് എത്ര രൂപ നമുക്ക് ഇറക്കാൻ പറ്റും? രണ്ടും പുതിയ ടയറാണ്. ഇത് എത്ര രൂപ ഇറക്കാൻ പറ്റും? ലാസ്റ്റ് 4,55 ഫിനാൻസ് വേണ്ടവർക്കാണെങ്കിൽ ഫുൾ എമൗണ്ട് അവരുടെ പ്രൊഫൈൽ കൊള്ളാമെന്നുണ്ടെങ്കിൽ ഫുൾ എമൗണ്ട് ഫിനാൻസും കയറും. ഫുള്ള് കയറും. ഫ്രണ്ട് പുത്തൻ ടയറല്ലേ? വേറെ അപാകതകൾ ഒന്നും തന്നെ. 2017 ലാസ്റ്റ് വാഗണർ ഓട്ടോമാറ്റിക് VXI ആണ്. സെക്കൻഡ് ഓണർഷിപ്പാണ്. ഇതിന്റെ കിലോമീറ്റർ 70,000 ഇതിൽ നമുക്ക് ലാസ്റ്റ് പ്രൈസ് വരുന്നത് 3,70,000 രൂപയാണ്. എന്തെങ്കിലും കുറയോ അതിനകത്ത്? ഇല്ല, ഞാൻ ഈ പറയുന്നത് നമുക്ക് ലാസ്റ്റ് പ്രൈസ് ആണ്. പിന്നെ ലാസ്റ്റ് പ്രൈസ് പറയണ്ട, പിന്നെ കുറയ്ക്കണ്ടെന്ന് പറയുന്ന ചേട്ടന്മാർക്ക് ഇതൊരു അനുഗ്രഹമായിരിക്കും. ലാസ്റ്റ് പ്രൈസാണ് പറയുന്നത്. പിന്നെ വിളിച്ച് ബാർഗൈൻ ചെയ്യാനില്ല. റീപ്ലേസ്മെൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. റീപ്ലേസ്മെൻ്റ് ഒന്നുമില്ല. വണ്ടി കാണാനൊക്കെ വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. കളർ ഫേഡോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. ആ രീതിയിൽ വണ്ടി നീറ്റാണ്. ടയർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 4 ടയറും ഒരു തരം ആവറേജിന് മുകളിലോട്ട് നിൽക്കുന്ന ഒരു ടയറുണ്ട്. പ്രത്യേകിച്ച് കാണത്തൊക്കെ സ്ക്രാച്ചോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. നീറ്റാണ്. അപാകതകളൊന്നുമില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓരോ വണ്ടി കാണാൻ കൊള്ളാം. 2015 മോഡൽ i20 സ്പോർട്സ് വണ്ടിയാണ്. ഡീസലാണ്. റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. സെക്കൻഡ് ഓണർഷിപ്പാണ്. 1,30,000 കിലോമീറ്റർ ഫുൾ കമ്പനി സർവീസാണ്. ഈ മേജർ സർവീസൊക്കെ കഴിഞ്ഞോ? മേജർ സർവീസൊക്കെ കഴിഞ്ഞ വണ്ടിയാണ്. കഴിഞ്ഞതൊക്കെയാണ്. ഈ വണ്ടി കാണാനൊക്കെ നല്ല നീറ്റാണ്. മാനുവലാണ്. നല്ല സീറ്റ് കവറൊക്കെ ചെയ്ത് വൃത്തിയാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ലാസ്റ്റ് പ്രൈസ് വരുന്നത് 4,30,000. ഇത് ഡുവൽ ടോൺ വണ്ടിയല്ലേ? അതെ. ഡുവൽ കളർ വണ്ടിയാണ്. അപാകതകൾ എന്തെങ്കിലും, ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ അങ്ങനെ എന്തെങ്കിലും? ഒരു അപാകതകളും ഇല്ല. വണ്ടി കാണാനൊക്കെ നീറ്റാണ്. നല്ല വൃത്തിയായിട്ടിരിപ്പുണ്ട്. അതൊന്നും കുഴപ്പമില്ല. ടയറിൻ്റെ ഒക്കെ ഒരു കണ്ടീഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടയർ കിടപ്പുണ്ട്. ഒരു 70-80% ടയേഴ്സ് കിടപ്പുണ്ട്. അതേപോലെ നല്ലൊരു അലോയ് വീൽസ് കിടപ്പുണ്ട്. ആ രീതിയിൽ വണ്ടി കാണാനൊക്കെ നീറ്റാണ്. വലിയ സ്ക്രാച്ചോ പ്രശ്നങ്ങളോ ഒന്നും കാണുന്നില്ല. ഡീസൻ്റ് വണ്ടി. ഓൾട്ടോ 2016 മോഡൽ ആൾട്ടോ 800 VXI ആണ്. AC, പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ, എയർ ബാഗ് ഒക്കെ വരുന്ന മോഡലാണ്. 4 ടയറും പുതിയ 4 ടയറുകളാണ്. പുതിയ ഇട്ടേക്കോ അല്ലേ? അതെ. ഇതിൻ്റെ കിലോമീറ്റർ 66,000 കിലോമീറ്ററാണ് വണ്ടി ഓടിയിരിക്കുന്നത്. സിംഗിൾ ഓണർ വണ്ടിയാണ്. വണ്ടി കാണാൻ നല്ല നീറ്റ്. നല്ല സീറ്റ് കവറൊക്കെ ചെയ്ത് വൃത്തിയായിട്ടിരിപ്പുണ്ട്. എന്തെങ്കിലും റീപ്ലേസ്മെൻറ്റ് ഒന്നുമില്ല. ഓക്കെ. 2 ഡോർ പവർ വിൻഡോസ് ആണല്ലേ? അതെ. ടയേഴ്സ് കൊള്ളാം. നല്ല പുതിയ ടയറല്ലേ? പുതിയ ടയറാണ്. 4 കൊള്ളാം. ഓക്കെ. എത്ര ചോദ്യം? ഇത് ലാസ്റ്റ് പ്രൈസ് 2.5 ലക്ഷം രൂപയാണ്. 2.5 ലാസ്റ്റ് പ്രൈസാണ്. 2006 മോഡൽ സെൻ LXI AC, പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ വരുന്ന ടൈപ്പാണ്. ഇതിൻ്റെ ടെസ്റ്റ് ഈ ജൂലൈ ലാസ്റ്റാണ് കഴിഞ്ഞിരിക്കുന്നത്. ഇനി 5 വർഷം ഫുൾ പേപ്പറുള്ള വണ്ടിയാണ്. പുതിയതായിട്ട് എടുത്തിട്ടുണ്ടല്ലേ? അതെ. പുതിയ പേപ്പറാണ്. 2031 വരെ പേപ്പറുള്ള വണ്ടിയാണ്. 2031 ഓഗസ്റ്റ് വരെ പേപ്പറുള്ളതാണ്. വണ്ടി കാണാൻ നല്ല വൃത്തി. അതേപോലെ ഡോർ പാഡൊക്കെ നോക്കിയാലും തുരുമ്പ് പ്രശ്നങ്ങളൊന്നുമില്ല. ആ രീതിയിൽ നീറ്റായിട്ടിരിപ്പുണ്ട്. ഓവറോൾ ഈ ഭാഗങ്ങളൊക്കെ നോക്കിയാലൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നത്. കൊള്ളാം. വണ്ടി കാണാനൊക്കെ വൃത്തിയായിട്ട് തന്നെ ഉണ്ട്. എത്ര ചോദ്യം? ഇത് 1,20,000 രൂപയാണ്. 1,20,000. ഏത് വർഷമായിരുന്നു? 2006 ലാസ്റ്റാണ്. 2006. ടയേഴ്സ് ആവറേജ് ടയേഴ്സ് കിടപ്പുണ്ട്. അപാകതകൾ പറയാൻ എന്തെങ്കിലും? അപാകതകളൊന്നും തന്നെ ഇല്ല. റീപ്ലേസ് ആയിട്ടൊന്നുമില്ല. 2010 ലാസ്റ്റ് സാൻഡ്രോ GLS ആണ്. AC, പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ. സെക്കൻഡ് ഓണർഷിപ്പിലാണ് വണ്ടി. 82,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. ടെസ്റ്റ് കഴിഞ്ഞാണ്. 2030 ലാസ്റ്റ് വരെ പേപ്പറെല്ലാം കറക്റ്റാണ്.
ഈ കിലോമീറ്റർ ജെന്യൂൻ പറയാൻ പറ്റുമോ? ജെനുവിനാണ്, ജെനുവിൻ പാർട്ടിയായിരുന്നു. ജെനുവിൻ പാർട്ടിയുടെ ഇത് തന്നെ അടുത്താണ്. കിലോമീറ്റർ ജെനുവിനാണ്. വണ്ടി കാണാനൊക്കെ വൃത്തിയാണ്. ബ്ലാക്ക് കളർ. ഇത് ലാസ്റ്റ് പ്രൈസ് നമുക്ക് ഇത് ലാസ്റ്റ് പ്രൈസ് നമുക്ക് 1.15 കൊടുക്കും. 1.15. ടയേഴ്സ് കൊള്ളാം കേട്ടോ. അത്യാവശ്യം ഒരു 60-70% ടയേഴ്സ് കിടപ്പുണ്ട്. വണ്ടി കാണാനൊക്കെ നല്ല വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. ഈ ടെസ്റ്റ് പ്രമാണിച്ച് റീപെയിൻ്റ് വല്ലതും ചെയ്തതാണോ? റീപെയിൻറ്റ് ടെസ്റ്റ് തീർച്ചയായും അവർ ചെയ്ത് കാണും. ചെയ്തതാണോ? ടോപ്പ് ഒന്നും ചെയ്തിട്ടില്ല. ബമ്പറും സൈഡും ഒക്കെ ടച്ചും പോളിഷൊക്കെ ചെയ്തു. അങ്ങനെ ടെസ്റ്റ് സമയത്ത് ചെയ്യണമല്ലോ, അങ്ങനെ ചെയ്തു. 2010 ലാസ്റ്റ് മോഡൽ ബീറ്റ് NS ആണ്. പെട്രോൾ വണ്ടിയാണ്. AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ ഉള്ള വണ്ടിയാണ്. ഇത് സെക്കൻഡ് ഓണർഷിപ്പിലാണ്. 90,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. ഡീസലോ പെട്രോളോ? പെട്രോൾ വണ്ടിയാണ്. പെട്രോൾ വണ്ടിയാണ്. ഇതിന് മൈലേജ് എന്താണ്? മൈലേജ് 18-20 ഇതിൻ്റെ സാധാരണ രീതിയിലുള്ള മൈലേജ്. അത് തന്നെ കിട്ടാനാണ് സാധ്യത. കാര്യമെന്ന് പറഞ്ഞാൽ അതേ കണക്ക് മെയിൻറ്റെയിൻ ചെയ്ത വണ്ടിയാണ്. വണ്ടി ഞാനിത് ഒന്നും ചെയ്തിട്ടില്ല. പാർട്ടിയുടെ കയ്യിൽ നിന്ന് എടുത്തതുപോലെ തന്നെയാണ് വണ്ടി കാണാനൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ഈ കളർ ആയതുകൊണ്ട് കൂടി പറയാം, കളർ ഫേഡോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. വണ്ടി കാണാൻ നല്ല നീറ്റായിട്ട് ഇരിപ്പുണ്ട്. അതൊന്നും കുഴപ്പമില്ല. അതേപോലെ സ്ക്രാച്ച് പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. ആകെ ഉള്ളത് പറഞ്ഞാൽ ഇവിടെ ഇതിങ്ങനെ ഒന്ന് പൊട്ടിയിരിപ്പുണ്ട്. പിന്നെ അപ്പുറത്ത് ആ മിററിൻ്റെ അത് ഇളകിപ്പോയി കേട്ടോ. അത് നമുക്ക് കിട്ടിയപ്പോഴേ അങ്ങനെ തന്നെയാണ്. അത് വെച്ചു പിന്നെ അതൊരു ഷോയ്ക്ക് ഇരിക്കുന്നതാണെങ്കിൽ ഇരിക്കുന്നതുകൊണ്ട് അങ്ങനെ വെച്ചിരിക്കുന്നതേ ഉള്ളൂ. അല്ല, ഇത് വെച്ച് കൊടുക്കാം. നമുക്ക് ഓർഡർ ചെയ്ത് വെച്ച് കൊടുക്കാം. ഓക്കെ. എത്രയാണ് ചോദ്യം? ഇത് ലാസ്റ്റ് പ്രൈസ് 1.15. 1.15. വൃത്തിയായിട്ട് ഉപയോഗിക്കാനുണ്ട്. വേറെ അപാകതകളൊന്നും തന്നെ ഇല്ല. പിന്നെ ഒരു സ്പോർട്സ് മോഡൽ ആക്കി വേണമെങ്കിൽ എടുക്കാം. 2 സ്റ്റിക്കർ ഒട്ടിച്ച് കഴിഞ്ഞാൽ തന്നെ സ്പോർട്സ് ആകും. അതെ, വണ്ടി ലുക്ക് അതാണ്. 2013 ലാസ്റ്റ് ഡിസംബർ മാസം വണ്ടി. എത്തിയോസ് ലിവയാണ്. സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ്. 1,30,000 കിലോമീറ്റർ. ഫുൾ കമ്പനി സർവീസ് വണ്ടിയാണ്. അപ്പോൾ മേജർ സർവീസ് കഴിഞ്ഞോ? മേജർ സർവീസ് കഴിഞ്ഞ വണ്ടിയാണ്. ആൻഡ്രോയിഡൊക്കെ വെച്ചിട്ടുണ്ട്. മാനുവലാണ്. വണ്ടി കാണാനൊക്കെ നല്ല വൃത്തി, നല്ല മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും? റീപ്ലേസ്മെന്റ് ആയിട്ട് നമുക്ക് ഈ ലെഫ്റ്റ് സൈഡ് ഡോറിന്റെ ഒരു ഗ്ലാസ് ഉണ്ട്. ഗ്ലാസ് മാത്രം? ഈ ഒരു ഗ്ലാസ് മാത്രം അവർ മാറിയിട്ടുണ്ട്. ഗ്ലാസ് മാത്രം മാറിയിട്ടുണ്ട്. ഡോർ പാഡൊക്കെ നോക്കിയാലൊക്കെ കുഴപ്പമൊന്നുമില്ല. അതൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ബാക്ക് സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിലും നീറ്റാണ്, കുഴപ്പമില്ല. എത്ര ചോദ്യം? ഇതിന്റെ ലാസ്റ്റ് പ്രൈസ് നമുക്ക് കിട്ടേണ്ട പ്രൈസ് 3,60,000 രൂപയാണ്. 3,60,000 ലാസ്റ്റ് പ്രൈസ് ആണ് കേട്ടോ. എല്ലാം പറയുന്നത് ലാസ്റ്റ് പ്രൈസാണ്. ഒരു ബാർഗെയിനിങ് എന്നുള്ള രീതിയല്ല, മാക്സിമം കുറച്ചിട്ടിട്ടാണ് പുള്ളി പറയുന്നതെന്നാണ് പുള്ളി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ മാന്യമായ വിലയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അത്യാവശ്യം വണ്ടികളെല്ലാം നല്ല ക്വാളിറ്റി ഉണ്ട്. ആകെ ഈ ഒരു വണ്ടിയുടെ ഒരു ഗ്ലാസ് മാത്രമേ ഉള്ളൂ കംപ്ലൈൻ്റ് എന്ന് പറയാനായിട്ട് മെൻഷൻ ചെയ്തേക്കുന്ന ഒരു വണ്ടി. എത്ര ചോദ്യം? 3,60,000. അപ്പോൾ നമ്മളെ വണ്ടികളുടെ വിശേഷങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. ഒരു 8-10 വണ്ടി അത്രേ കിടപ്പുള്ളൂ. പുതിയതായിട്ട് തുടങ്ങിയ ഷോപ്പും കൂടിയാണല്ലോ, അപ്പോൾ അതുകൊണ്ട് സ്റ്റോക്ക് ഇത്രയേ ഉള്ളൂ. പക്ഷേ വണ്ടികളെല്ലാം നല്ല വണ്ടികളായിരുന്നു. ആകെ ആ ലാസ്റ്റ് കാണിച്ച വണ്ടി മാത്രം ഒരു ഗ്ലാസ് മാറി എന്നുള്ളതല്ലാതെ വണ്ടികൾ കാണാൻ, നിങ്ങളിപ്പോൾ വീഡിയോ കാണുമ്പം കിട്ടുന്ന ഒരു ഇമ്പാക്റ്റ് ഇല്ലേ, വണ്ടിയുടെ ഒരു വൃത്തി, അത് അതേപോലെ തന്നെ നിലനിൽപ്പുണ്ട്. അതുകൊണ്ടാണ് അത് എടുത്ത് പറഞ്ഞ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി വണ്ടികളാണ്. വലിയ അപാകതകൾ കാര്യങ്ങളൊന്നും ഞാൻ കണ്ടതുമില്ല. പിന്നെ ബ്രസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നു, പക്ഷേ അത് വേറെ ആരും അപ്പുറത്തിട്ടിരുന്ന വണ്ടിയാണ്. അതുകൊണ്ട് ബ്രസ് ഇതിനകത്തുള്ളതല്ല. ബാക്കി ഈ കണ്ട വണ്ടികളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വണ്ടികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക. അത്യാവശ്യം നല്ല വണ്ടികളായിരുന്നു, നല്ല ക്വാളിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വണ്ടികൾ ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു. പിന്നെ യൂസ്ഡ് വണ്ടിയാണ്, നല്ലൊരു മെക്കാനിക്കിനെ കൊണ്ടുവന്ന് നല്ല വില നോക്കിയെടുക്കുക. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വിലയിലേക്കുള്ള നല്ല വണ്ടികളായിരുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ ഈ വിലയിൽ എന്തെങ്കിലുമൊക്കെ വ്യത്യാസം വരില്ല എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വരുമായിരിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ വിളിച്ച് സംസാരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ റിഡക്ഷൻ ചേട്ടൻ ചെയ്തു തരുന്നുണ്ടെങ്കിലും അതുകൊണ്ട് കോൺടാക്ട് ചെയ്യുക. നല്ല വണ്ടികൾ കിട്ടട്ടെ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകരിച്ചാണെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണും വരെ ബൈ.